യെസ്, നമുക്ക് റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഗേറ്റ് റാങ്ക്, ഒരു നല്ല അച്ചീവ്മെന്റും ആയിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. അദ്ദേഹം സിദ്ധാർത്ഥ് ഫ്രം കോഴിക്കോട്, CET സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലെ, ഈ കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് കോച്ചിങ് സ്ഥാപനങ്ങൾ, നമ്മൾ ഭയങ്കര പേര് കേട്ട വർഷങ്ങളായിട്ട് ഓടുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിൽ നിങ്ങൾ CET നിന്ന് M-Sigma ചൂസ് ചെയ്ത് വന്നു, എന്നിട്ട് ഇതുപോലെ ഒരു നല്ല ഒരു ഗംഭീരം റാങ്ക് നിങ്ങൾ നേടി, അല്ലെ? നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞത്, അല്ലെ? ഇവിടെ നിന്ന് ഇനിയിപ്പോ ഏതൊക്കെ ലെവലിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിലേക്കൊക്കെ പോവാം. PSU ആയിക്കോട്ടെ, ഏത് PSU നിങ്ങൾ ചോദിക്കുന്ന PSU മിക്കവാറും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ ചോദിക്കുന്ന ഏത് അഡ്മിഷനും കിട്ടും, IISc അല്ലെങ്കിൽ IIT ഒക്കെ കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ട് M-Sigma തന്നെ വേണം എന്ന് ചൂസ് ചെയ്യാൻ എന്താ റീസൺ? M-Sigma കുറിച്ച് ആക്ച്വലി ഞാൻ CET സെക്കൻഡ് ഇയർ ഒക്കെ ആയിരുന്നപ്പോൾ M-Sigma കുറിച്ച് കേട്ടു തുടങ്ങി. ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരെ വർക്കിലായിരുന്നു. പക്ഷെ അപ്പോഴും അവിടെ റാങ്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഇപ്പൊ കോളേജിൽ റാങ്ക് കേൾക്കാതെ ഇന്റർവ്യൂലൊക്കെ ചിലവർ കുറച്ചുപേര് പറയും ട്രിവാൻഡ്രത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. നമുക്കെന്നെ അറിയാം ട്രിവാൻഡ്രത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ഇങ്ങനെ സംതിങ് സ്പെഷ്യൽ ഉണ്ടെന്നുള്ളത്. അപ്പൊ പിന്നെ ഞാൻ തേർഡ് ഇയർ ആയപ്പോഴാണ് മനസ്സാറും ടീമും കൂടി നമ്മുടെ സാറൊക്കെ വന്നിട്ട് ക്ലാസ്സിൽ വന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ അന്നിട്ടാണ് പിന്നെ ഞാൻ ഫോർത്ത് ഇയറിൽ കോഴ്സ് എടുത്തു, ഗേറ്റ് കോഴ്സ് എടുത്തു. അന്ന് ഞാൻ ഒരു 1-2 മന്തൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കി. പക്ഷെ അന്ന് അക്കാഡമിക്സും പ്രൊജക്ടിന്റെ ഒക്കെ തിരക്കിൽ നടന്നില്ല. അന്ന് ഉണ്ടായിരുന്നു, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നായിരുന്നു, ഷെഡ്യൂളൊക്കെ വാങ്ങിയായിരുന്നു, പക്ഷെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ അതിന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്? അതായത് ഫൈനൽ ഇയറിൽ കുറച്ചുകൂടെ ഫോക്കസ് ഗേറ്റിന് കൊടുക്കാമായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? അതോ ഇത് തന്നെയായിരുന്നു നല്ലൊരു തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോയ്സാണ്. ഇപ്പം ഞാനത് ചോയ്സ് എടുത്തിട്ട് വേറെ പലതും മിസ് ഔട്ട് ചെയ്തേക്കാം. കോളേജ് ആക്ടിവിറ്റീസ് അത് ഓരോരുത്തരെയും ചോയ്സ്. എനിക്ക് ആ കോളേജ് ആക്ടിവിറ്റീസ് മിസ് ഔട്ട് ചെയ്യുന്നതിൽ കുറച്ച് വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രോപ്പ് എടുക്കാൻ എന്തായാലും തീരുമാനിച്ചായിരുന്നു ലാസ്റ്റ് ആകുമ്പോൾ. കാരണം നമ്മൾ തട്ടിക്കൂട്ടി പഠിക്കുന്നതിന് നല്ലത് ഒരു കാര്യം ചെയ്യുന്നതിന് വൃത്തിക്ക് ചെയ്യാന്നുള്ളതാണ്. പിന്നെ എനിക്ക് ക്ലാസ് കണ്ട് പരിചയമുള്ളത് തന്നെ ഇവിടുത്തെ ക്ലാസ്സിന്റെ സ്പെഷ്യാലിറ്റീസ് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എനിക്കൊരു പഠിക്കാൻ പറ്റും, എനിക്ക് ഈ നമ്മുടെ വേവ് ലെങ്ത് ആണ്. അപ്പൊ ഈ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇങ്ങനെ 200 hours ക്ലാസ് ഒരു സബ്ജക്റ്റിന്. അപ്പൊ എനിക്ക് അതെങ്ങനെ കണ്ടുവെടുക്കുന്നുള്ള പോലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇപ്പൊ പഠിക്കുമ്പോൾ ഒരു സബ്ജക്ട് പഠിച്ച് എനിക്ക് എന്റെ ഇൻഡ്യൂഷനെ ഡെവലപ്പ് ചെയ്ത ടൈം വേണം. ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നുന്നത് MCS ഫൗണ്ടേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ ഒക്കെ ക്ലാസ്സസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എല്ലാ പ്രോബ്ലവും ക്ലാസ്സിൽ തന്നെ ചെയ്താൽ നമുക്ക് അതിന്റെ എഫക്ട് ഇല്ല. നമ്മളായിട്ട് അതിൽ വൈഫ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. അതിന്റെ അപ്രോച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യും, സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് ലേണിംഗ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്. അപ്പൊ തന്നെ നമ്മുടെ മെന്റേഴ്സ് ഇങ്ങനെ ഫോഴ്സ് ചെയ്യായിരുന്നു. അപ്പൊ ക്ലാസ് കാണണമെങ്കിൽ അതിന്റെ മുമ്പത്തെ ടോപ്പിക്കിന്റെ പ്രോബ്ലം തീർത്തിട്ട് അടുത്ത ക്ലാസ് കാണാൻ പാടുള്ളൂ. അതൊരു എന്താ പറയാ, എന്ത് സ്ട്രിക്റ്റ് ആയി പറഞ്ഞില്ലെങ്കിൽ ഇത് സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ട ഒരു സാധനമാണ്. അത് തുടക്കത്തിലൊക്കെ നമുക്കിങ്ങനെ കുറച്ചൊരു പ്രശ്നം തോന്നിയെങ്കിലും പക്ഷേ അത് അതിന്റെ ഔട്ട്പുട്ട് ഭയങ്കരമായിരുന്നു. ഏതായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. ഏതായാലും മുന്നോട്ട് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഈ ബേസിൽ ഫൗണ്ടേഷനിൽ മേലോട്ട് ബിൽഡ് ചെയ്യുക, കൂടുതൽ എക്സാംസ് എഴുതുക, കൂടുതൽ വിജയങ്ങളായിട്ട് വരിക. ഓക്കെ.